ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് 4-2-2 ഫോർമേഷൻ്റെ ഫുൾ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരും പറയുന്നത് ഡിഫൻസ് പൊട്ടുന്നു, അറ്റാക്കിങ് പൊട്ടുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള സൊല്യൂഷനുമായിട്ടാണ് ഈ ഫോർമേഷനിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള ഏറ്റവും വിശ്വസ്തനായ ഗോളി, അറ്റാക്കിങ് ആവട്ടെ ഡിഫൻസീവ് ആവട്ടെ, വിശ്വസ്തനായ ഗോൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കാം, എൻ്റെ ഗോൾ കീപ്പർ അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്, എന്നാലും ഒരു പ്രശ്നമില്ല. ഓക്കെ, എന്നിട്ട് കാണുന്ന ആ രണ്ട് CB പൊസിഷനിൽ ഒന്ന് ബിൽഡപ്പും മറ്റൊന്ന് ഡിസ്ട്രോയറും ആയിരിക്കണം. അപ്പോൾ ഒരാൾക്ക് ചോറിൻ്റെ കൂടെ ചോറ് തന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ, ചോറിൻ്റെ കൂടെ കറി വേണമല്ലോ. അതുപോലെ തന്നെയാണ് ഡിസ്ട്രോയർ പ്ലസ് ഡിസ്ട്രോയർ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഡിഫൻസ് എളുപ്പത്തിൽ പൊട്ടും. ബിൽഡപ്പ് പ്ലസ് ബിൽഡപ്പ് ഓക്കെയാണ്, പക്ഷേ ഒന്നും കൂടി പൊട്ടും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള ബെസ്റ്റ് ഡിസ്ട്രോയർ കാർഡിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ടീമിലുള്ള ബിൽഡപ്പ് അത്യാവശ്യം ഹൈറ്റുള്ളതായിരിക്കണം. ബിൽഡപ്പിനെ സെലക്ട് ചെയ്യുക. RBയിൽ അല്ലെങ്കിൽ LBയിൽ ഒരു സൈഡിൽ ഡിഫെൻസീവും മറ്റേ സൈഡിൽ അറ്റാക്കിങ്ങും ആയിരിക്കണം. രണ്ട് സൈഡും അറ്റാക്കിങ് വെക്കാൻ പാടില്ല, രണ്ട് സൈഡും ഡിഫെൻസീവും വെക്കാൻ പാടില്ല. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ LBയിൽ അറ്റാക്കിങ് ഫുൾ ബാക്കിൻ്റെ കാർഡ് വെക്കാണ്. ഈ ഒരു അറ്റാക്കിങ് കാർഡ് ഒന്നും കൂടി എതിർ കയറി കളിക്കും. അടുത്തതായി LBയിൽ ഞാനിവിടെ ഒരു ഡിഫെൻസീവ് ഫുൾ ബാക്കിനെ വെക്കുകയാണ്. അതിനുശേഷം ഇവർക്ക് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂഷനെ വെക്കാം. ഞാൻ ഇവിടെ ഡിസ്ട്രോയർ ഒന്ന് വെക്കുന്നു, അതിനുശേഷം ഒരു ബിൽഡപ്പിനും കൂടി വെക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു ഡിസ്ട്രോയറെ വെക്കുന്നു. വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ സീവിനെ വെക്കാം, ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. DMF പൊസിഷനിലേക്ക് വരുമ്പോൾ ഒരു സൈഡിൽ ആങ്കർമാൻ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള DMF ഓർച്ചെസ്റ്ററോ ആകാം, ബോക്സ് ടു ബോക്സ് ആകാം. എല്ലാവരുടെ കയ്യിലിരിക്കുന്ന കാർഡായിരിക്കും റൈറ്റ് കാർഡിൻ്റെ ഈ ഒരു കാർഡ്. ഇത് ഡെയിലി ഫ്രീ സ്പിന്നിൽ കിട്ടുന്നതാണ്. ഈ ഒരു DMF ആങ്കർമാന് ഡിസ്ട്രോയുടെ മേലെ വെക്കേണ്ടതാണ്. അതിൻ്റെ അടുത്തായി ഓർച്ചെസ്റ്റർ വെക്കാം, ബോക്സ് ടു ബോക്സ് ഏതൊക്കെ വേണമെങ്കിലും വെക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓർച്ചെസ്റ്റർ കാർഡേ ഉള്ളൂ. ബോക്സ് ടു ബോക്സ് ഉള്ളവരെന്ത് ചെയ്യുക, ബോക്സ് ടു ബോക്സ് അവിടെ വെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. 2 DMF സബിലും കൂടി വെച്ചേക്കാം. ഞാൻ ഇവിടെ ഒന്ന് ജെറാഡിൻ്റെ കാർഡൊന്ന് വെക്കാണ്. രണ്ടാമത്തെ DMF ഇവിടെ ഡിസ്ട്രോയർ കാർഡായ മക്കലിലിയെ വെക്കാണ് ഞാൻ ഇവിടെ. അപ്പോൾ ഇവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. 2 AMFും 2 CFും കാർഡുമാണ് ഞങ്ങൾക്കിവിടെ വേണ്ടത്. അപ്പോൾ അതിനൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. AMF പൊസിഷനിലേക്ക് വരുമ്പോൾ ഒരു സൈഡിൽ ഞങ്ങൾക്ക് ഹോൾ പ്ലെയറും മറ്റേ സൈഡിൽ ക്രിയേറ്റീവ് പ്ലേ മേക്കറുമാണ് വരേണ്ടത്. ആങ്കർമാൻ കാർഡിന് മേലെ ഹോൾ പ്ലെയറെ വെച്ചേക്കാം. ഓർച്ചെസ്റ്റർ കാർഡിന് മേലെ ക്രിയേറ്റീവ് പ്ലേ മേക്കറായിട്ടുള്ള AMFനെ വെക്കണം. ഇവർക്ക് പകരമുള്ള 2 AMFനും കൂടി വെച്ചേക്കാം സബ്സ്റ്റിറ്റ്യൂഷനിൽ. ഇവിടെ ഒന്ന് ലോത്തർ മാത്യൂസിൻ്റെ കാർഡും മറ്റൊന്ന് ഞാൻ ഇവിടെ നെയ്മറിൻ്റെ കാർഡും വെച്ചേക്കുന്ന ക്രിയേറ്റീവ് പ്ലേ മേക്കർ നെയ്മറിൻ്റെ കാർഡ്. CF പൊസിഷനിൽ വേണ്ടത് 2 ഗോൾ പോച്ചർ കാർഡാണ്. ഇവിടെ ഒരു സൈഡിൽ ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ വെക്കുന്നു, അടുത്ത സൈഡിൽ ഒന്നും കൂടി കയറി കളിക്കുന്ന ഒരു പ്ലെയറിനെയാണ് വെക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 2 ഗോൾ പോച്ചർ കാർഡാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രാഫിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇവർക്ക് പകരമായിട്ടുള്ള സബിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷനിൽ പ്ലേസ് ചെയ്യുക. ഞാൻ ഇവിടെ ഒന്ന് ബട്ടിസ്റ്റൂട്ടയുടെ കാർഡ് വെക്കുന്നു. അടുത്തതായി ബുള്ളറ്റ് ഹെഡറായിട്ടുള്ള ആൻഡ്രിയോ ഷെവ്ചെങ്കോയുടെ കാർഡും വെച്ചേക്കുന്നു. ശേഷം ഒരു കാർഡും കൂടി CF പൊസിഷനിൽ സബിൽ വെച്ചേക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ 4-2-2 ഫോർമേഷൻ. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഈ ഫോർമേഷൻ്റെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ്. അറ്റാക്കിംഗ് 1ൽ പോയി അറ്റാക്കിങ്ങിൽ നിങ്ങളുടെ ഹോൾ പ്ലെയറെ വെക്കണം. അതിനുശേഷം അറ്റാക്കിങ്ങിൽ 2ൽ പോയി ആങ്കറിങ്ങിൽ നിങ്ങളുടെ CF കാർഡിനെ വെക്കണം. ഞാനിവിടെ റൊണാൾഡോയെ വെക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ആ ഒരു CF കാർഡ് അവിടെ തന്നെ കളിക്കും, ഇറങ്ങി വന്ന് കളിക്കില്ല, അവിടെ തന്നെ കളിക്കും. ആ CF പൊസിഷൻ മാത്രമേ കളിക്കൂ. അറ്റാക്കിങ്ങിൽ റൗളിനെ വെച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ റൗൾ ഒന്നും കൂടി അറ്റാക്ക് ചെയ്യാനേ നോക്കൂ, ഡിഫെൻസിൽ വന്ന് ഇറങ്ങി കളിക്കൂല. ഇപ്പോൾ ഡിഫെൻസിൽ ഇറങ്ങി വന്ന ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസിൽ 4 ഓപ്ഷൻസുകളുണ്ട്. അതിൽ 2 ഡിഫെൻസീവ് 1ൽ പോയി ഡീപ്പ് ലൈനിൽ നിങ്ങളുടെ കയറി കളിക്കുന്ന DMF ഉണ്ടാവില്ല. ഇപ്പോൾ ആങ്കർമാൻ ആണെങ്കിൽ അവിടെ തന്നെ കളിക്കും. കയറി ഒന്ന് കളിക്കുന്ന പ്ലെയർ എന്ന് വെച്ചാൽ ആ DMFനെ അവിടെ വെക്കണം. എന്നിട്ട് ഡിഫെൻസീവ് 2ൽ പോയി കൗണ്ടർ ടാർഗറ്റിൽ നിങ്ങളുടെ ടീമിൽ ഏറ്റവും നന്നായി ഒന്ന് എതിർ കയറി കളിക്കുന്ന ആ ഒരു CF ഉണ്ടല്ലോ, അതിനെ അവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഈ കാർഡ് ഉള്ളവർ എന്ത് ചെയ്യുക, ഈ കാർഡിനെ തന്നെ വെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ കോർണർ കിക്കുകളൊക്കെ എങ്ങനെയാണ് സ്കോർ ചെയ്യാമെന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ മാച്ച് റോൾസിൽ പോയി ജോയിൻ ടു അറ്റാക്ക് 1ൽ പോയി നിങ്ങളുടെ ബെസ്റ്റ് ഹെഡറിനെ അവിടെ ഒന്ന് കൊടുത്തേക്കാം. ഞാൻ ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൊടുക്കുകയാണ്. അതിനുശേഷം ജോയിൻ ടു അറ്റാക്ക് 2ൽ പോയി ഇവിടെ രണ്ടാമത്തെ ബെസ്റ്റ്, അതായത് CFനെ വെക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഞാൻ ഇവിടെ റൈറ്റ് കാർഡിനെ കൊടുക്കുകയാണ്.
അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുള്ളായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കാം. കൂടെ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്തേക്കാം.